ശബരിമലയിൽ തിരക്ക് നിയന്ത്രിക്കാൻ ഇനി നിർമ്മിത ബുദ്ധിയും പരീക്ഷിക്കാൻ തീരുമാനം. ഈ മാസം 20-ന് IT രംഗത്തെ അടക്കം വിദഗ്ധരെ ഉൾപ്പെടുത്തി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഇതിനായി പ്രത്യേക പരിശീലനം നടത്തും. ഭരണപരമായ കാര്യങ്ങളടക്കം പൂർണ്ണമായും ഓൺലൈൻ സംവിധാനത്തിലേക്ക് മാറ്റാനാണ് ബോർഡ് ലക്ഷ്യമിടുന്നതെന്ന് ബോർഡ് പ്രസിഡന്റ് K. ജയകുമാർ വ്യക്തമാക്കി. മണ്ഡലമകരവിളക്ക് തീർത്ഥാടന കാലയളവിന് പുറമെ മലയാള മാസത്തിൽ നട തുറന്നിരിക്കുന്ന ദിനങ്ങളിലും ഭക്തരുടെ തിരക്ക് കൂടുകയാണ്. പോലീസ് ഉൾപ്പെടെയുള്ള സുരക്ഷാ സേനകൾ തീർക്കുന്ന നിയന്ത്രണ പരിധി ഭക്തർ കടക്കുന്നതും പതിവായി മാറി. ഇതോടെ ദർശനത്തിനായി എത്തുന്ന ഭക്തർ വ്യാപകമായ പരാതിയാണ് ഉന്നയിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് ഭക്തരുടെ തിരക്ക് നിയന്ത്രിച്ച് ദർശനം സുഗമമാക്കാൻ ദേവസ്വം ബോർഡ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സംവിധാനം പ്രയോജനപ്പെടുത്താൻ ഒരുങ്ങുന്നത്. അനിയന്ത്രിതമായ തിരക്കുള്ള സമയങ്ങളിൽ ഭക്തരുടെ എണ്ണം അടിസ്ഥാനമാക്കി മലകയറ്റത്തിന് അനുവദിക്കുന്ന തരത്തിലാക്കും AI സംവിധാനം നടപ്പിൽ വരുത്തുക. നിലയ്ക്കൽ, പമ്പ, അപ്പാച്ചിമേട്, മരക്കൂട്ടം, ശരംകുത്തി എന്നിവിടങ്ങളെ പ്രത്യേക സ്പോട്ടുകളായി തിരിച്ചാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സംവിധാനം ഒരുക്കുക. ക്രൗഡ് മാനേജ്മെൻറ്റിന് വേണ്ടിയിട്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും ITയും എങ്ങനെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്താം എന്നുള്ളതിനെപ്പറ്റി ഒരു വർക്ക്ഷോപ്പ് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റും നമ്മളും കൂടി ചേർന്ന് ഒരു 6ഓളം ദേശീയ തലത്തിൽ അറിയപ്പെടുന്ന AI എക്സ്പേർട്സിനെ വിളിച്ചിട്ട് കൊച്ചിയിൽ വെച്ചിട്ട് ഒരു വലിയ സമ്മേളനം നടക്കുകയാണ്, ഒരു വർക്ക്ഷോപ്പ് നടക്കുകയാണ്. അതെന്തിനാണെന്ന് വെച്ചാൽ ഒരു പ്രോട്ടോക്കോൾ നമ്മൾ ഉണ്ടാക്കും. ഈ നിലയ്ക്കലും പമ്പയിലും മരക്കൂട്ടത്തിലും സന്നിധാനത്തിലും എല്ലാം ആളുകളെ വെറുതെ കയറ്റിവിടുകയല്ല, ഒരു റിയൽ ടൈം ബേസിസിൽ AI ഉപയോഗിച്ചിട്ട് എത്ര പേരെ കടത്തിവിടൂ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ചെയ്യാനുള്ള ഒരു പ്രോട്ടോക്കോളിലേക്ക് പോകാനുള്ള ആരംഭമാണ്. അടുത്ത തീർത്ഥാടന സീസണിൽ തന്നെ പുതിയ സംവിധാനം നടപ്പിലാക്കാനാണ് ദേവസ്വം ബോർഡിന്റെ നീക്കം. കൂടാതെ ഭരണതലത്തിലടക്കം ഡിജിറ്റലൈസേഷനാണ് ലക്ഷ്യമിടുന്നത്. വിവിധ വകുപ്പുകൾ സംയോജിച്ചുള്ള ടാസ്ക് ഫോഴ്സിന്റെ പ്രവർത്തനവും ഇത്തവണയുണ്ടാകും. ജനം, തിരുവനന്തപുരം.